ഒരു ആനക്കാര്യം പറയട്ടെ. ഒരു മതിലിനപ്പുറം ഒരു വസ്തുവിന്റെ ഒരു ഭാഗം കാണുന്നു എന്ന് കരുതുക. അത് ഒരു ആനയാകാം, ഒരു പാറപ്പുറമാകാം, എന്തുമാകാം. ആനയും പാറപ്പുറവും ഒക്കെ നമ്മൾ മുമ്പ് കണ്ടതുകൊണ്ട് അതൊക്കെ ആകാമെന്ന് തൽക്കാലം ഗസ് ചെയ്യാം. ഇനി ആ മതിലിന് അല്പം കൂടെ ഉയരമുണ്ടെന്ന് കരുതുക. എങ്കിൽ അപ്പുറമുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി അവിടെ നിന്ന് വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആനയുടെ ശബ്ദമായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ അവിടെ ആനയുണ്ടെന്ന് നമുക്ക് തൽക്കാലം വിചാരിക്കാം. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ അപ്പുറത്തുള്ള വസ്തുവിനെ പഠിക്കാനുള്ള മാർഗം ആ മതിലിന് ഒരു ഹോളിട്ട് നോക്കുക എന്നതാണ്. നമ്മുടെ ഹോള് ചെറുതാണെങ്കിൽ ആ വസ്തുവിന്റെ ഒരു ഭാഗമേ നമുക്ക് കാണാൻ കഴിയൂ. എന്നാലും അവിടെ ഒരു വസ്തു ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ഹോള് വലുതാക്കിക്കൊണ്ട് നമുക്ക് ആ വസ്തുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ ആ മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞ് അപ്പുറമുള്ള വസ്തുവിനെ നമുക്ക് പഠിക്കാം. ആ മതിൽ അല്പം കൂടെ ബലമുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നും നടക്കില്ല. മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. ആ മതിലിനപ്പുറം ചാടിക്കടന്നോ, അതല്ലെങ്കിൽ അവിടേക്ക് ഒരാളെ അയച്ചോ, അതല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചോ ഒക്കെ അവിടെ ഒരു വസ്തു ഉണ്ടോ എന്ന് പഠിക്കാം. ഇങ്ങനെ ആ വസ്തുവിനെ കുറിച്ച് പരീക്ഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും പഠിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ നിഗമനത്തിൽ എത്തിച്ചേരുന്നതുമാണ് സയന്റിഫിക് മെത്തേഡ് അഥവാ ശാസ്ത്രീയമായ രീതി. ഇനി ഈ വസ്തുവും അതിനു മുമ്പിലുള്ള മതിലും അല്പം ദൂരെയാണെങ്കിലോ, അതായത് അല്പം അധികം ദൂരെയാണെങ്കിലോ, സാധാരണ രീതിയിൽ മനുഷ്യന് നേർക്കുനേരെ കാണാൻ കഴിയുന്ന പരിധി എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. ഒരു മലമുകളിൽ കയറിയാൽ അതിനേക്കാൾ കാണാൻ സാധിക്കും. സ്പേസിലാകട്ടെ മനുഷ്യൻ ഇന്ന് 13 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അഥവാ 123 കഴിഞ്ഞ് 21 ഇട്ട് അത്ര കിലോമീറ്റേഴ്സ് കണ്ടിട്ടുണ്ട്. അത് യന്ത്ര ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ്. ഇതിനൊക്കെ അപ്പുറമാണ് ആ വസ്തുവും മതിലും ഉള്ളതെങ്കിലോ നമ്മുടെ ശാസ്ത്രീയ രീതി അഥവാ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാനുള്ള സാധ്യത അവസാനിക്കും. അഥവാ പദാർത്ഥങ്ങളായ വസ്തുക്കളെ കുറിച്ച് പഠിക്കാനും ശാസ്ത്രീയമായ രീതിയിൽ പരിധിയും പരിമിതിയുമുണ്ട് എന്നാണ് പറഞ്ഞത്. എങ്കിൽ പദാർത്ഥ ലോകത്തിന് അതീതനായ, നമ്മുടെ കാഴ്ചക്കോ കേൾവിക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ശക്തനും പ്രതാപിയുമായ ഒരു ദൈവത്തെ കണ്ടെത്താൻ ശാസ്ത്രീയ മാർഗത്തിലൂടെ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്.